സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴ മുന്നറിയിപ്പുണ്ട്. പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റ് എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ്. ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാസർഗോഡ്, കണ്ണൂർ, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട എന്നീ ജില്ലകൾക്ക് പിറകെ വയനാട്ടിലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ രാത്രികാല യാത്ര നിരോധിച്ചിട്ടുണ്ട്. ശക്തമായ പടിഞ്ഞാറൻ കാറ്റിനും സാധ്യതയുണ്ട്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട്. തിരുവനന്തപുരത്തു നിന്നും വിശദാംശങ്ങളുമായി ദേവികയും, കൊച്ചിയിൽ നിന്ന് അശ്വതിയും, കോഴിക്കോട് നിന്ന് വർഷയും ചേരുന്നുണ്ട്. ആദ്യമായി പോകുന്നത് ദേവികയിലേക്കാണ്. ദേവിക, തെക്കൻ കേരളത്തിൽ പൊതുവെ ഇന്നലെയും ഇന്നും മഴ അല്പം കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. പത്തനംതിട്ടയിൽ മാത്രമാണ് റെഡ് അലേർട്ട് എന്ന് മനസ്സിലാകുന്നു. എങ്ങനെയുണ്ട് തിരുവനന്തപുരത്ത് അടക്കമുള്ള സാഹചര്യം? തീർച്ചയായിട്ടും ശ്രീകാർത്തിക, സംസ്ഥാനമൊട്ടാകെ ഇത്തരത്തിൽ മഴക്കെടുതി രൂക്ഷമാവുകയാണെങ്കിലും തെക്കൻ ജില്ലകളിൽ മഴ പൊതുവെ കുറവാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാത്രികളിൽ ശക്തമായിട്ടുള്ള കാറ്റും മഴയും അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഈ പകൽ സമയങ്ങളിൽ ഇത്തരത്തിൽ മഴയ്ക്കൊരു ശമനമുണ്ടെന്നത് ആശ്വാസകരമാണ്. മഴക്കെടുതികളും വളരെ കുറവാണ്. ഈ തീരദേശ മേഖലയിലാണ് നിലവിൽ ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശമുള്ളത്. ഈ കടലിൽ പോകുന്നതും കടലിലോട്ടുള്ള വിനോദസഞ്ചാരവും കടലിലിറങ്ങി കുളിക്കുന്നതും അടക്കമുള്ള കാര്യങ്ങൾ ഒഴിവാക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിലവിൽ ഇന്ന് 4 ജില്ലകളിൽ ആണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വടക്കൻ ജില്ലകളിൽ തന്നെയാണ് ഇത്തരത്തിൽ ശക്തമായിട്ടുള്ള അതിതീവ്ര മഴ മുന്നറിയിപ്പ് സംസ്ഥാന സർക്കാർ നൽകിയിട്ടുള്ളത്. ഒരു 24 മണിക്കൂറിൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ഇത്തരത്തിൽ അതിതീവ്ര മഴ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നേരത്തെ ശ്രീകാർത്തിക സൂചിപ്പിച്ചതുപോലെ തന്നെ പടിഞ്ഞാറൻ കാറ്റ് രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഈ ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തൊട്ടാകെ ഇത്തരത്തിൽ അതിതീവ്രമായിട്ടുള്ള മഴ തന്നെ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. അതുകൊണ്ട് ശക്തമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിച്ചു തന്നെ മുന്നോട്ട് പോകണം. ഇന്ന് 10 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വരും മണിക്കൂറുകളിൽ എറണാകുളം, ഇടുക്കി ജില്ലകളിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശുന്ന കാറ്റിനും ശക്തമായിട്ടുള്ള മഴയ്ക്കും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശ്രീകാർത്തിക. ശരി, തെക്കൻ കേരളത്തിലെ വിശദാംശങ്ങളാണ് ദേവിക ചന്ദ്രൻ നൽകിയത്. ഇനി മധ്യ കേരളത്തിലേക്ക് പോവുകയാണെങ്കിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ രാത്രികാല യാത്ര നിരോധിച്ചിട്ടുണ്ട്. മധ്യ കേരളത്തിലെ വിശദാംശങ്ങളുമായി അശ്വതിയാണ് ചേരുന്നത്. അശ്വതി, എങ്ങനെയാണ് മധ്യ കേരളത്തിൽ ഇപ്പോൾ മഴ ശക്തമാണോ? നിലവിലെ ഒരു സാഹചര്യം ഏത് രീതിയിലാണ്? ശ്രീകാർത്തിക, ഇന്ന് രാവിലെ മഴ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും ഈ ഒരു സമയമായപ്പോഴാണ് ഏകദേശം മഴ ശക്തി പ്രാപിച്ചത്. ഇന്ന് എറണാകുളം, ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എറണാകുളത്തെ സംബന്ധിച്ച് തീരദേശ മേഖലകളിലാണ് അതിശക്തമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കടലാക്രമണം അതിരൂക്ഷമാണ്. ഇന്നലെയും കണ്ണമാലി മേഖലകളിലൊക്കെ കടലാക്രമണം അതിരൂക്ഷമാവുകയും വീടുകളിലേക്ക് കടൽ കയറുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായി. ഇന്നും ഏകദേശം ഒരു 11 മണിയോടുകൂടിയാണ് ഈ കടലാക്രമണം ഉണ്ടാകുന്നത്. ആ സമയമാകുമ്പോഴേക്കും ഇന്നും കടലാക്രമണത്തിനുള്ള ഒരു സാധ്യതയുണ്ട്. മാത്രമല്ല അതിശക്തമായ മഴ ഈ മേഖലകളിൽ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് ഉള്ളത്. ഇടുക്കിയിലാണ് ഏറ്റവും അധികം പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസവും ഉണ്ടായിരിക്കുന്നത്. ഇടുക്കിയിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ രാത്രികാല യാത്ര നിരോധിച്ചിട്ടുണ്ട്. നേര്യമംഗലം മുതൽ അടിമാലി വരെ രാത്രി 7 മുതൽ രാവിലെ 7 വരെയുള്ള സമയങ്ങളിലാണ് യാത്ര നിരോധിച്ചിരിക്കുന്നത്. 30-ാം തീയതി വരെയാണ് നിലവിൽ ഈ യാത്രാ നിരോധനമുള്ളത്. മാത്രമല്ല ഈ ടൂറിസം മേഖലകളിലെല്ലാം തന്നെ അടച്ചിടുകയും അതിശക്തമായിട്ടുള്ള ഒരു നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ട്രക്കിംഗ് അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ നിയന്ത്രണങ്ങളുണ്ട്. അത് ഇപ്പോഴും തുടരുകയാണ്. കാരണം മണ്ണിടിച്ചിലടക്കം ഉള്ള സാധ്യതകൾ ഈ മേഖലയിൽ ഉണ്ട് എന്നതാണ്. എറണാകുളം ജില്ലയിൽ ഇതുവരെയുള്ള സമയങ്ങളിൽ വെള്ളക്കെട്ട് പൊതുവെ കുറവാണ്. എന്നിരുന്നാലും നഗരഭാഗങ്ങളിൽ പ്രത്യേകിച്ച് സ്റ്റേഡിയം ലിങ്ക് റോഡിലൊക്കെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് ഇന്നലെയും ഉണ്ടായിരുന്നു. ഇന്നും അത് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇന്നലത്തേക്കാൾ കൂടുതൽ മഴ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കുറെ കൂടി വെള്ളക്കെട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കൊച്ചി നഗരത്തിലെ 30% ഈ കാനവൃത്തിയാക്കൽ ജോലികൾ, അതായത് മഴയ്ക്ക് മുന്നോടിയായിട്ടുള്ള ജോലികൾ 30% മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മഴ ഇനിയും വർദ്ധിക്കുകയാണെങ്കിൽ വെള്ളക്കെട്ട് അടക്കമുള്ള സാധ്യതകൾ ഈ മേഖലയിലുണ്ട്. എന്തായാലും തീരമേഖലകളിലാണ് ഏറ്റവും അധികം പ്രശ്നങ്ങൾ ഗുരുതരമായിരിക്കുന്നത്. പ്രത്യേകിച്ച് കടലാക്രമണവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ, അതുപോലെ തന്നെ തൃശൂർ, എറണാകുളം ജില്ലകളിലെ തീരമേഖലകളിലെല്ലാം തന്നെ റെഡ് അലർട്ട് ആണുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലും അങ്ങനെയായിരുന്നു. ഇന്നും റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കടലാക്രമണം ഒരു വലിയ പ്രതിസന്ധിയായിട്ട് നിലനിൽക്കുകയാണ്. ശ്രീകാർത്തിക.
ശരി, മധ്യ കേരളത്തിലെ വിശദാംശങ്ങളാണ് AT അശ്വതി കൊച്ചിയിൽ നിന്നും നൽകിയത്. ഇനി വടക്കൻ കേരളത്തിലെ വിവരങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ നിന്നും വർഷ ചേരുന്നുണ്ട്. വിശദാംശങ്ങളുമായി വർഷ, ഏറ്റവും കൂടുതൽ മഴ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയായിരുന്നു ഉണ്ടായിരുന്നത്. മണ്ണിടിച്ചിലടക്കം രൂക്ഷമായ ചില പ്രശ്നങ്ങളും അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഒരു സാഹചര്യം ഏത് രീതിയിലാണ്? പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലെ 2 ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ട് ഉണ്ടല്ലോ. അതേ ശ്രീകാർത്തിക, കഴിഞ്ഞ 6 ദിവസമായി വടക്കൻ ജില്ലകളിൽ മഴ ശക്തമാണ്. ഇന്നിപ്പോൾ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും ശക്തമായ കാറ്റും മഴയുമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വടക്കൻ ജില്ലകളിൽ അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ച് കോഴിക്കോട് വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് കോഴിക്കോട് ഇതിനോടകം തന്നെ ഉണ്ടായത്. ഇന്നലെ വീശിയ ശക്തമായ ചുഴലിക്കാറ്റിൽ വലിയ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പലയിടങ്ങളിലും കടലാക്രമണം രൂക്ഷമായിരുന്നു. ഈ ബേപ്പൂർ, വടകര ഭാഗങ്ങളിലെല്ലാം കടലാക്രമണം, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കടലാക്രമണം രൂക്ഷമായി പല വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. തുടർന്ന് ആളുകളെ മാറ്റി പാർപ്പിക്കുകയായിരുന്നു. അതേപോലെ തന്നെ മാവൂർ, ചാത്തമംഗലം ഇടങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കയറിയതിനെ തുടർന്ന് നിരവധി പേരെയാണ് ഇതിനോടകം മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്. നിലവിലിപ്പോൾ 4 ക്യാമ്പുകളാണ് ഇവിടെ കോഴിക്കോടുള്ളത്. 4 ക്യാമ്പുകളിലായി 144ഓളം പേരാണ് ഇപ്പോൾ നിലവിലുള്ളത്. കഴിഞ്ഞ ദിവസം അത് 160ഓളം പേരുണ്ടായിരുന്നു. എന്നാൽ ചിലരെല്ലാം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. എന്തായാലും മഴ വരും മണിക്കൂറുകളിലും ശക്തമാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിലങ്ങാടാണ്. കാരണം കഴിഞ്ഞ വർഷം വലിയ ദുരന്തമുണ്ടായ ഇടമാണ് വിലങ്ങാട്. വലിയ ആളപായമില്ലെങ്കിലും കനത്ത നാശനഷ്ടമാണ് വിലങ്ങാട് ഉരുൾപൊട്ടൽ മൂലം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വിലങ്ങാടിന് ഒരു പ്രത്യേക ശ്രദ്ധ നൽകാൻ എപ്പോഴും ജില്ലാ ഭരണകൂടം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിലവിലിപ്പോൾ വിലങ്ങാട് 2 ക്യാമ്പുകളാണുള്ളത്. ഒന്ന് പാരിഷ് ഹാളിലും മറ്റൊന്ന് സെന്റ് ജോർജ് സ്കൂളിലുമാണ്. ഇവിടെ 2 ഇടങ്ങളിലുമായി ഇപ്പോൾ 50 പേരാണ് നിലവിലുള്ളത്. മുൻപ് ഒരുപാട് പേരുണ്ടായിരുന്നു. അവരെല്ലാം വീടുകളിലേക്ക് മടങ്ങുകയാണ്. എന്നാൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ മുൻകരുതൽ എന്നോണം ഒരുപാട് പേരെയാണ് മാറ്റി പാർപ്പിക്കുന്നത്. എന്തായാലും ഇനി അത്തരമൊരു ദുരന്തം ഉണ്ടാകാൻ പാടില്ല എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് ജില്ലാ ഭരണകൂടമുള്ളത്. അതേസമാനം ഇത് തന്നെയാണ് വയനാടുമുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ വലിയ ദുരന്തമുണ്ടായ ഒരു ഇടമാണ് വയനാട്. അതുകൊണ്ട് തന്നെ വയനാടിനും പ്രത്യേക ശ്രദ്ധ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. മുൻപ് അവിടെ കൺട്രോൾ റൂമുകളെല്ലാം തുറന്നിരുന്നു. എന്നാൽ ഇപ്പോൾ അത്ര പേടിപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. എന്തായാലും വടക്കൻ ജില്ലകളിൽ മഴ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്.